എല്ലാ സ്നേഹിതർക്കും ആഗമനകാല ധ്യാനചിന്ത പരൂസയിലേക്ക് സ്വാഗതം. സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നമ്മുടെ യാത്ര. 27-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. പ്രിയ കൂട്ടുകാരെ, ഈ ലോക ജീവിതം എത്രമാത്രം ആണെന്ന് എനിക്ക് അറിയില്ല. ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആവർത്തിച്ച് ഞാൻ ഓർമ്മിക്കുന്ന ഒന്നാണ്, ഈ ലോകത്ത് എത്ര നാൾ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ 2-ാം ഭാഗം, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നുവെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ മരണസമയം എത്രയാണെന്ന് അറിയില്ല. പ്രഭാഷകന്റെ പുസ്തകം 17-ന്റെ 1, 2, 3 വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലോകത്തെ മനുഷ്യജീവനെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. ദൈവം തൻ്റെ മനുഷ്യരോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കി ജീവിക്കുവാനായി പ്രഭാഷകൻ 17, 1, 2 കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും മണ്ണിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. 2-ാമത്തെ വാക്യം, ചുരുങ്ങിയ കാലം മാത്രമേ ദൈവം എനിക്ക് നൽകിയിട്ടുള്ളൂ. ഈ ചുരുങ്ങിയ കാലം എത്രയാണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ കഴിഞ്ഞ ദിവസം ധ്യാനാത്മകമായ ചിന്തയിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടായ്മയിലേക്ക് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാനായി അയക്കപ്പെട്ട ഞാൻ അവരോട് ചോദിച്ചു, എത്ര വർഷമാണ് നിങ്ങളുടെ ജീവിതം? ഒരു സഹോദരി ഇപ്രകാരം സങ്കീർത്തനം 90 കോട്ട് ചെയ്ത് പറഞ്ഞു, 70 വർഷം, ഏറിയാൽ 80. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സങ്കീർത്തനം 90-ന്റെ 10 അവിടെ സങ്കീർത്തനം 90-ന്റെ 10 ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ ആത്മാവ് സങ്കീർത്തകനിലൂടെ നമ്മോട് പറയുന്നത്, ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. ഇത് ആ സഹോദരി പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യുത്തരിച്ചു, കഴിഞ്ഞ മാസം ഒരിടവകയിൽ ഒരു മൃതസംസ്കാര കർമ്മത്തിൽ, ഒരമ്മയുടെ മൃതസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കാൻ യേശു എന്നെ കൊണ്ടുപോയി. അവിടെ ആ അമ്മ മൃതസംസ്കാര കർമ്മത്തിൽ ആമുഖം പറയാൻ എന്നോട് ആവശ്യപ്പെട്ടു. അമ്മ 96 വയസ്സിലാണ് ഈ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത്, സ്വർഗത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം 96 വർഷം. എത്ര വർഷമാണ് എനിക്ക് ഈ ലോകത്തുള്ളത് അറിഞ്ഞുകൂടാ. അപ്പോൾ മറ്റൊരു സഹോദരി പറഞ്ഞു, അറിഞ്ഞുകൂടാ, എത്രയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ എത്ര വർഷക്കാലമാണ്, എത്ര മാസക്കാലമാണ്, എത്ര ദിവസക്കാലമാണ്, എത്ര മണിക്കൂർ കാലമാണ് എനിക്ക് ഇനിയുള്ളത്, ഞാൻ പെട്ടെന്ന് തന്നെ പ്രത്യുത്തരിച്ചു, എൻ്റെ ടിക്കറ്റ് കൺഫേം ആകുന്ന ദിവസം വരെ
എൻ്റെ പിതാവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുപോകുവാൻ പുത്രനായ യേശു വരുമ്പോൾ അവൻ്റെ കൂടെ ആ വണ്ടിയിൽ യാത്ര ചെയ്യുവാനുള്ള ടിക്കറ്റ് കൺഫേം ആകുന്നത് എത്ര നാൾ എപ്പോൾ എന്ന് അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം മുതൽ ഞാൻ എന്നെ തന്നെ അതിനുവേണ്ടി, ആ യാത്രയ്ക്ക് വേണ്ടി സജ്ജീകരിച്ചു കൊണ്ടിരിക്കണം. ഈ ആഗമനകാലം എൻ്റെ യാത്രയെക്കുറിച്ച് ചിന്തിക്കുവാനും ആ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എന്തുമാത്രം താല്പര്യത്തോടുകൂടെ അതിൽ ഒരുങ്ങിയിരിക്കണമെന്നും എന്നെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതുതന്നെയാണ് സങ്കീർത്തകൻ 27:14 ഇപ്രകാരം: കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. അതെ, ഏത് സമയം വേണമെങ്കിലും കർത്താവ് വരാം. കാത്തിരിക്കണം, ഞാൻ കാത്തിരിക്കണം. ഏത് സമയവും എപ്പോഴാണ് എങ്ങനെയാണ് എന്നെ എനിക്കറിഞ്ഞുകൂടാത്തതിനാൽ ഞാൻ കാത്തിരിക്കണം. പ്രത്യാശയോടുകൂടെ പോകാനുള്ള ഇടം, അത് ഓരോ നിമിഷവും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒരു കാലഘട്ടമായി എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഈ ആഗമനകാലം എന്നെ ഉപയുക്തമായി സമയം ചെലവഴിക്കാൻ, എൻ്റെ നിമിഷങ്ങൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ ചെലവഴിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ, നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കാരണം പരൂസ്യ ചക്രവർത്തി വരുമ്പോൾ ഒരുക്കത്തോടെ അവനെ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ കൂടെ പോകേണ്ടവനാണ് ഞാൻ, അവൻ്റെ കൂടെ പോകേണ്ടവളാണ് ഞാൻ. ആമേൻ.